പ്രശ്നങ്ങൾ ഒക്കെ പ്രോബ്ലം തന്നെയാണ്. ഒരാളെ വിശ്വാസത്തിന്റെ അല്ല വിധോ കുടുങ്ങിപ്പോവും, നിരപരാധിത്വം തെളിയിക്കാൻ കഴിയില്ല, എന്ത് ചെയ്യും? ഇതിപ്പോൾ ദിയാകൃഷ്ണയാണ്, നേരെ മറിച്ച് അശ്വിൻ നടത്തുന്ന ഒരു ബിസിനസ്സാന്ന് വിചാരിക്കും. ഇവർ നേരെ കയറി പിടിച്ചത് എവിടേക്കാണ്, ഇവർ ഏത് ലൈനിലാണ് പിടിച്ചത്? അവർ പറഞ്ഞ സംഗതികളൊക്കെ കണ്ടില്ലേ? അശ്വിൻ രാത്രി 2 മണിക്ക് അല്ല ഫ്രണ്ട് എൻഡിൽ അവിടെ ദിയാകൃഷ്ണൻ ഉണ്ട്. സപ്പോസ് അശ്വിൻ നടത്തുന്ന ഒരു ബിസിനസ്, ഈ സിറ്റുവേഷനിൽ ഒരാണ് നടത്തുന്ന ബിസിനസ്സാന്ന് വിചാരിക്കാം. നമുക്ക് തോന്നുന്നുണ്ടോ മീഡിയയും ബാക്കിയുള്ളവരും ഈ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ട് ഏറ്റെടുക്കുന്നു? ഇല്ല, അവിടെ ദിയാകൃഷ്ണൻ ആയതുകൊണ്ടാണ്. കാരണം എല്ലാം സ്ത്രീകളാണ് അപ്പുറത്തുള്ളത്. നേരെ മറിച്ച് ഇതവിടെ അശ്വിൻ നടത്തുന്ന ബിസിനസ്സാണ്, കൃഷ്ണകുമാർ നടത്തുന്ന ബിസിനസ്സാണെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ്. കാരണം വെച്ചാൽ ഡെഫിനറ്റ്ലി ഇവരെ നേരെ ഇറക്കാൻ പോണത് മറ്റേ ഇതായിരിക്കും, മറ്റേ ലൈംഗിക പീഡന കാടാണ്ട് ഇറക്കും നേരെ. പിന്നെന്താ വെച്ചാൽ ഇതിന് തെളിയിക്കാനുള്ള പിന്നെന്താ പറയുക, ഒരു തെളിവുകൾ അവരുടെ ഭാഗത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതോടുകൂടി ആ മനുഷ്യൻ്റെ ജീവിതം. ടാക്സിൻ്റെ കേസ് എന്ന് പറഞ്ഞു എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് പറയാം, ടാക്സ് വെട്ടിക്കാൻ നോക്കിയിട്ടുണ്ടാവോ എന്നൊക്കെ പറഞ്ഞിട്ട്, ഓഡിറ്റ് വേണം ഒന്നും കൂടി, കാരണം 69 ലക്ഷം എത്ര വന്നു എങ്ങനെ വന്നു എന്നൊക്കെ അവർക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അതുപോലും ഇവർക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനാക്കി മാറ്റി. മനസ്സിലായി? അതായത് സാൻജ അവർ മാത്രം സത്യമുള്ളതുകൊണ്ടാണ് നമ്മൾ പറയില്ല സത്യം എപ്പോഴും ജയിക്കും എന്നുള്ള കണ്ടീഷൻ. ഹായ് ഹലോ, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. ഇവിടെ ഓക്കെയാണ്. നമുക്ക് ഇന്ന് വേറൊരു വീഡിയോ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ടോപ്പിക് പഴയ തന്നെയാണ്. അതിന് വലിയ പുതുമയൊന്നുമില്ല, പഴയ ടോപ്പിക് തന്നെയാണ്. പഴയ ടോപ്പിക് തന്നെയാണ്. പക്ഷെ 1-2 കാര്യങ്ങളൂടി നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കണം തോന്നി. ദിയാകൃഷ്ണയുടെ വിഷയം തന്നെയാണ് ഇന്നിപ്പോൾ. ദിയാകൃഷ്ണയുടെ ഫൈനലായിട്ട് ദിയാകൃഷ്ണയുടെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ പ്രകാരം ആ 3 പെണ്ണുങ്ങളും മുങ്ങി അല്ലേ വിധു? ഇവരുടെ കേസ് ഇപ്പോൾ വിധു ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യം എന്താ പറയുക, ഇവരുടെ കേസ് പറഞ്ഞ സമയത്ത് എല്ലാവർക്കും ഒറ്റയടിക്ക് ഓർമ്മ വരും എന്താ അറിയുമോ? 2 സീനാണ്. ഒന്ന് സോഫയിൽ വന്നിരിക്കുന്ന സീന്, അതിലേറെ ഭയങ്കരമായിട്ട് ആ കണ്ണട വെച്ചവള് മറ്റേ മീഡിയയുടെ മുന്നിൽ സംസാരിച്ചിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. ഏതോ ഒരുത്തൻ്റെ അല്ലെങ്കിൽ ഏതോ ഒരു ടീമിൻ്റെ പിൻബലത്തിലാണ് അവർ ആ കളി കളിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഇന്ന് കൃഷ്ണകുമാറിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. കൃഷ്ണകുമാർ ഇന്ന് ഒരുപാട് ചാനൽസിന് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. മാനേജ് ചെയ്തതാണ്. ഞാൻ ഈ ഒരു പ്രശ്നം ആ ഫാമിലി മാനേജ് ചെയ്തത് എല്ലാവരും കണ്ടുപിടിക്കേണ്ട കാര്യം കേട്ടോ. കാരണം ഒരു ഇഷ്യൂ വന്നപ്പോൾ അവരെല്ലാവരും ഒന്നിച്ചു നിന്ന്, അല്ലെങ്കിൽ അവർ ഒന്നിച്ചാലും അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചാണ്. പക്ഷെ എന്നാലും അത് ഭയങ്കര ദിയ ആ പ്രഗ്നന്റ് ആയ കുട്ടീനെ അത്രയും സപ്പോർട്ട് ചെയ്ത് അച്ഛൻ നല്ല അടിപൊളി അച്ഛനായിട്ട് കൃഷ്ണകുമാർ നിന്നു. അതേപോലെ തന്നെ കേട്ടോ സിന്ധു കൃഷ്ണ പറഞ്ഞത്. അതിപ്പോൾ സിന്ധു കൃഷ്ണ എനിക്ക് പണ്ടേ ഒരു റെസ്പെക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മളൊക്കെ 1-2 കുട്ടികളെ വളർത്താൻ തന്നെ, അത് ഒരു മോള് ഒരു മോൻ, ഇത് വളർത്താൻ തന്നെ നമ്മൾ ഓരോ പ്രായത്തിൽ ഓരോ കഷ്ടപ്പാടാണ്. ഇത് ഈ 4 കുട്ടികൾ ഒരുപാട് ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ലാണ്ട് അവരെത്ര നന്നായിട്ടാണ് വളർത്തിയിരിക്കുന്നത് ഞാൻ എപ്പോഴും വിചാരിക്കും. എത്ര ഒരു അപ്പം എനിക്ക് ആദ്യം ഇങ്ങനെ ആലോചിക്കുമ്പോൾ ശരിക്കും റെസ്പെക്റ്റ് തോന്നാറുണ്ട്. ഈ 4 കുട്ടികളുടെയും കാര്യം അവരുടെ വ്ളോഗ് കാണുമ്പോൾ മനസ്സിലാവും. 4 കുട്ടികളുടെയും എല്ലാ കാര്യവും വളരെ കൃത്യമായിട്ട് അവർക്ക് അറിയാം. അത് ഒരു ഭയങ്കര ലേഡിയാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇവരിലെ എല്ലാവരുടെയും വ്ളോഗിലും വെച്ചിട്ട് എനിക്ക് കാണാൻ ഇഷ്ടം അതാ ഞാൻ കാണാറുള്ളത്. ഒരു അതിൽ തന്നെ ഇഷ്ടമായിരിക്കും. ഇന്ന് എന്തായാലും ഇവർ മുങ്ങിയിട്ടുണ്ട് സംഭവം. പിന്നെ 1-2 കുറച്ച് കൺഫ്യൂഷൻസ് ഇപ്പോഴും ഉണ്ട് അല്ലേ ഇതോ? ഒരു കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അതുപോലെ കുറച്ച് യൂട്യൂബേഴ്സ്, എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കാരും, എന്നാലും കുറച്ച് പേര് ആ പഴയ ഗ്രഡ്ജും പരിപാടിയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് കളിക്കാൻ നോക്കിയിട്ടോ ഇതോ. പിന്നെ ആ ടാക്സ് വെട്ടിപ്പ് ഞാൻ കണ്ടിടത്തോളം എല്ലാ മലയാളീസും അവരെ കൂടെ നിന്നു. കാരണം ഇത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഉറപ്പാണ് ആരുടെ ഭാഗത്താ ശരി തെറ്റ് നമുക്ക് കുറച്ച് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായി. ഇതെന്താണെന്നറിയാം, ഇത് ഇനീഷ്യൽ കേസിൽ ഈ കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയവും പിന്നെ പ്രത്യേകിച്ച് റീസെൻ്റായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇവരെ ഫാമിലി ചുറ്റിപ്പറ്റിയിട്ടുണ്ടായിട്ടുള്ള പല വിവാദങ്ങളും റിലേറ്റഡ് ആയിട്ട് അന്ന് നിലപാടെടുത്തവർ ടാക്സ് എന്നുള്ളൊരു കണ്ടീഷനിൽ ഇതിനെ കൊണ്ടുപോയി. ടാക്സ് വെട്ടിപ്പ് ഒരു കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു. ടാക്സ് വെട്ടിപ്പ് പോലെ ചിലപ്പോൾ ഉണ്ടായി, നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു ഇനീഷ്യലി ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അപ്പോൾ എനിക്കും അതെ ആ ഇനീഷ്യൽ സിറ്റുവേഷനിൽ ഇവരെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. അതായത് ഈ ബിസിനസ് നോക്കി നടത്താൻ വളരെ കേപ്പബിൾ ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ് ഈ ദിയ. ഒന്നാമത് പ്രത്യേകിച്ച് ഇയാളുടെ ഒരു ക്യാരക്ടർ കിട്ടിയ കുട്ടി എന്നും കൂടി പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ആബ്സെൻസിൽ പിന്നെ ആകെ ഒരു ചെറിയ സംശയം എന്ന് വെച്ചാൽ 69 നമ്മൾ മുന്നിൽ സംസാരിച്ചു 69 ലക്ഷം രൂപ പോണ വരെയൊക്കെ ശ്രദ്ധിക്കില്ലെങ്കിൽ എന്ത് ബിസിനസ്സാണ്? എവിടെയെന്ന് ആലോചിച്ചാൽ അവർക്ക് ഡൗട്ട് തോന്നിയത് ഈ 69 ലക്ഷം പോയി എന്ന് പറഞ്ഞാൽ അത്രയും സ്റ്റോക്ക് പോകുമല്ലോ. അപ്പോൾ ആ സ്റ്റോക്ക് തീരുമ്പോൾ അറിയില്ലേ എന്നൊക്കെയാണ് ചിലർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പക്ഷെ ദിയ ഷോപ്പിക്ക് പിന്നെ വന്നിട്ടേ ഇല്ല തോന്നുന്നു കുറെ അല്ലേ? അല്ല, അതിനൊരു എക്സ്പ്ലനേഷൻ ദിയ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 ഐറ്റം ഓർഡർ ചെയ്തു എന്നുണ്ടെങ്കിൽ
7 എണ്ണം കഴിയുന്ന സമയത്ത് 8 എണ്ണം ആവുന്ന സമയത്ത് ഇവർ പറയും ചേച്ചി അതില്ല കേട്ടോ ഒന്നേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മളൊന്ന് 10 ഓർഡർ ചെയ്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ 3 പേരും കൂടി ഒറ്റക്കെട്ടായിട്ട് പറയില്ല ഇല്ല നമ്മൾ 8 ഓർഡർ ചെയ്തിട്ടുള്ളൂ എന്ന് സമർത്ഥിച്ച് പറയണം. 3 പേരും കൂടി പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഇപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് കുറേ മൂഡ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, ആ സിറ്റുവേഷനിൽ ദിയ ഓവർ തിങ്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു വിചാരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇത് നമുക്കറിയാലോ, ഞാൻ പല കേസിലും പണ്ടത്തെ കേസിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇഷാനിയുടെ കേസാണെങ്കിലും വിമർശിക്കേണ്ട രീതിയിൽ കളിയാക്കേണ്ട സിറ്റുവേഷനിൽ റോസ്റ്റ് ചെയ്യേണ്ടതിൽ സപ്പോർട്ട് ചെയ്യേണ്ട സിറ്റുവേഷനിൽ എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇനീഷ്യലി ഫസ്റ്റ് ഇൻസ്റ്റൻസ് തന്നെ ഇവർ പറയുന്ന സമയത്ത് എനിക്കെന്തോ തോന്നി, നമുക്കും സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്ന പരിചയം മാത്രമേ ഉള്ളൂ, പക്ഷേ ആ ഒരു കുടുംബത്തിന് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയിട്ട് ഇപ്പോൾ 3 പേരെ തലയിക്കിട്ട്, അതായത് പിന്നെ വിഡ്രോ ചെയ്തിട്ട് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ATM ഇല്ലാത്ത സ്ഥലത്ത് പോയി വിഡ്രോ ചെയ്യിപ്പിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഇതിൽ 2 കാര്യമാണ് നിർണായകമായിട്ടുള്ള വിധം. ഒന്ന്, ഇവർ രാത്രി പുറത്തു വിട്ടുള്ള വീഡിയോ, അതിലേറെ കൂടുതൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇവളുമാർ മീഡിയൻ്റെ മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞ സാധനമാണ് അവരെ സ്വയം എക്സ്പോസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇന്നൊരു ഈ ചെറിയ ഇൻ്റർവ്യൂവിൻ്റെ പോർഷൻ മാത്രം നമ്മൾ കാണും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാലും ആ ഇൻ്റർവ്യൂവിൻ്റെ പോർഷൻ കാണാം. പിന്നെ ദിയ ഇട്ടിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട്, അതായത് ഈ പെണ്ണുങ്ങൾ ഇവരുടെ ഈ വളകാപ്പിന് വരുന്ന ഇതിലെ അപ്പോൾ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ടൊരു ഇതായിട്ട് നിന്നിരുന്ന സിറ്റുവേഷനിൽ ചതിക്കാന്ന് പറഞ്ഞാൽ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ ഇവരെങ്ങനെ ഉൾക്കൊണ്ടു എന്നുള്ള ഇപ്പോഴും അറിയില്ല അല്ലേ. ഇവരാദ്യം അല്ലേ 69 ലക്ഷം പോയി 23 ലക്ഷത്തിന് ഇവർ സെറ്റിൽ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കായിരുന്നു എന്നും പറഞ്ഞു കേട്ടിരുന്നു അല്ലേ. അതെ അതെ അതെ. എന്തായാലും നമുക്ക് ആ ഒരു ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തവരോട് ബിഗ് താങ്ക്സ് ഉണ്ട്. ആരെങ്കിലും ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വലിയൊരു ബിഗ് ഹെൽപ്പായിരിക്കും. അല്ല, ഇതിനകത്ത് ഒരു മീഡിയ പ്രവർത്തകനകത്ത് വന്നപ്പോൾ നമ്മളോട് പറഞ്ഞൊരു കാര്യം, അന്ന് അവരെ സോഷ്യൽ മീഡിയയുടെ വെളിയിൽ വന്ന് വലിയ സംസാരമൊക്കെ നടത്തി. അന്ന് അവർ പറഞ്ഞിരുന്നത് അടുത്ത ദിവസം ഏതോ 11 മണിക്ക് എന്തോ എക്സ്ക്ലൂസീവ് അവർ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അടുത്ത ദിവസം വിളിച്ചപ്പോൾ ആരും ഫോൺ എടുക്കുന്നുമില്ല, എടുത്ത ഏതൊരാൾ പറയുകയും ചെയ്തു നമുക്ക് താല്പര്യമില്ല ഇൻ്റർവ്യൂ തരാൻ. കാര്യം ആ സമയം കൊണ്ട് ഓവർനൈറ്റ് ഇവരുടെ തെളിവ് മുഴുവൻ പുറത്ത് വിട്ടു കഴിഞ്ഞു എൻ്റെ അമ്മയുടെ ചാനലിലൂടെ. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ 3 പേര് വന്നാൽ തന്നെ പറയാൻ വേറൊരു കഥ വേണമല്ലോ കയ്യിൽ, അതും അറ്റ്ലീസ്റ്റ് പിടിച്ചു നിൽക്കാനുള്ളൊരു കഥയെങ്കിലും വേണം. ആ കഥ മേ ബി ഇവരുടെ വക്കീലിനോ കൂടെ നിന്ന് ഐഡിയ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് കത്തിയിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ലാസ്റ്റ് കൊടുത്ത ഏറ്റവും നല്ല ഐഡിയ നമുക്കിപ്പോൾ മുങ്ങാം എന്നുള്ളത് ഐഡിയ ആയി. ബിക്കോസ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾ എപ്പോൾ വന്നാലും നമ്മൾ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫ്ലാറ്റിൽ ഞാനുണ്ട്. കള്ളത്തരം ചെയ്തിട്ടില്ലാത്തവർക്ക് മുങ്ങേണ്ട കാര്യമില്ല, സിനിമയെ പോലും നമ്മൾ കാണുന്നതല്ലേ. ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഉറങ്ങാനുള്ള പരിപാടി ഉണ്ടാവും. ഇത് കയ്യൊക്കെ കുത്തി വരുന്നുണ്ട് ഇങ്ങനെ കിടന്ന് ചായ. ഇന്ന് ഞാൻ നുള്ളി അടിക്കട്ടെ, ഒരു സംശയം ഉണ്ടാവില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോ പീഡനം ഉറങ്ങണേനാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ഈ സമയത്ത് ഞാൻ വീഡിയോയിൽ ഇത്രയും കഷ്ടപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാൻ വരിക ഇവിടെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ പണ്ട് ബിഗ് ബോസ് കണ്ടവർക്ക് അറിയാം, പ്രത്യേകിച്ച് റോബിൻ അന്ന് ഓർമ്മ കഴിഞ്ഞ ബിഗ് ബോസ് കൂട്ടത്തിൽ പറയാൻ പറ്റുമെന്നറിയില്ല, എന്നാലും പറയാം, കഴിഞ്ഞ ബിഗ് ബോസിൻ്റെ റിവ്യൂ സമയത്ത് റിവ്യൂ ചെയ്തുകൊണ്ട് കിടന്നുറങ്ങി. എന്നിട്ട് റോബിൻ്റെ എൻഗേജ്മെൻറ്റ് റോബിൻ അവിടെ നിന്ന് ചോദിച്ചു, കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ കിടന്നുറങ്ങിയല്ലേ ഉറങ്ങി ചോദിച്ചു. അപ്പോൾ ഇവളുടെ ഉറക്കം ആ ബിഗ് ബോസ് സമയത്ത് ഫേമസ് ആണ്. അത് പോട്ടെ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഞാൻ നിൻ്റെ വീഡിയോ ചെയ്ത സമയത്തും ഇത് പറഞ്ഞത് ഇവരുടെ മെയിൻ സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് ആണ്, ഇവരുടെ ക്യാമറയാണ്. ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. നമുക്ക് ക്യാമറ നമ്മുടെ കൂടെയുള്ള ലെൻസ് ക്യാമറ, അപ്പോൾ നമ്മളിതൊക്കെ ഈ ഒരു ഫീൽഡിലുള്ളതുകൊണ്ട് അറിയും. ഞാൻ അതിനെങ്ങനെ കൺസിഡർ ചെയ്യുന്നത്, നമ്മുടെ ഒരു കുടുംബത്തിലൊരു അംഗമാണ് ഈ ക്യാമറ. കാരണം നമ്മൾ ചെയ്യുന്ന പ്രത്യേകിച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കാണുന്ന ഒരു സാക്ഷിയാണത്, മനസ്സിലായില്ലേ, ആ ഒരു ക്യാമറ. അപ്പോൾ ആ ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ ആ ഒരു പവർഫുൾ സാക്ഷി ഇവർക്കുണ്ട്. ഒരു ദൈവത്തിൻ്റെ ഇത് എന്നുള്ള കണ്ടീഷനിൽ ഇങ്ങനത്തെ ഒരാളോട് കളിക്കാൻ കാണിച്ചിട്ടുള്ള ധൈര്യം അല്ലേ വിധു, അത്രയും ക്ലിയർ ആയിട്ട് എന്തായാലും അടുത്ത നോക്കാം. കംപ്ലീറ്റ് വ്ളോഗ് മാത്രമുള്ള വീടും 69 ലക്ഷത്തിന്റെ കണക്കാണല്ലോ പറയുന്നത്. അന്ന് ആദ്യ ദിവസങ്ങൾ അതിന് സെറ്റിൽമെന്റ് തയ്യാറാവുകയും ചെയ്തിരുന്നു. ഏകദേശം 23 ലക്ഷം രൂപ കൊണ്ട് അവസാനിപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരു ബാക്കി 40 ലക്ഷത്തോളം രൂപ ഉപേക്ഷിക്കാനുള്ളൊരു തീരുമാനമൊക്കെ ഉണ്ടായത് എന്തായിരുന്നു? അതാണ് ഞാൻ ഈ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് അവർക്ക് അതില്ലെങ്കിലും അവരുടെ അടുത്ത് അങ്ങോട്ട് എനിക്ക് ജെനുവിനായിട്ട് അതുണ്ടായിരുന്നു. ഇവിടെ വന്ന് കരഞ്ഞ് കാല് പിടിക്കുകയാണ് ചെയ്തത്. നമ്മുടെ കയ്യിൽ അതില്ല, ചിലവാക്കി പോയി, ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴും എൻ്റെ അടുത്ത് പലരും പറയുന്നത് ചിലവാക്കി പോയെങ്കിൽ അവരുടെ വീടോ കാറോ വല്ലോ പണയം വെച്ചിട്ട് കൊണ്ട് തരാനാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് എന്താകും അത് തിരിച്ചു തന്നിട്ട് പോ. ബിക്കോസ് എനിക്കും നിങ്ങൾ പെണ്ണുങ്ങളാണ് നിങ്ങളെ ജയിലിൽ കയറ്റണമെന്നില്ല, എനിക്കതില്ല. കാരണം അത് ഞാൻ പ്രഗ്നൻ്റ് ആണ്, എനിക്ക് നിങ്ങളെ കാരണം കോടതി കയറി ഇറങ്ങാൻ എനിക്കും വയ്യ.
അതിൻ്റെ സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. ഐ ജസ്റ്റ് വോണ്ട് എ കോമ്പൻസേഷൻ. അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ എന്തിനും തയ്യാറാണ്, നമ്മൾ എത്ര പൈസ വേണമെങ്കിലും തരാം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ചിലവാക്കി എന്ന് പറയുന്നു, പിന്നെ എവിടെ നിന്ന് നിങ്ങൾ എനിക്ക് പൈസ തരും എന്ന് ചോദിച്ചു. അവരൊരു സമയകാലം നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന സമയം വരെ, ഒരു ഡിസംബർ വരെ സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് നമ്മൾ അവസാനം സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ട് അവരിവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദൃശ്യം എൻ്റെ അമ്മയുടെ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടു എന്ന് തോന്നുന്നു. ഈ ഒരൊറ്റ കാര്യത്തിലാണ് ഇത് എനിക്ക് ചെറിയൊരു സംശയമുള്ളത്. നമുക്കറിയില്ല, നമുക്ക് റിയാലിറ്റിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് ആ ഒരൊറ്റ കാര്യത്തിൽ 69 ലക്ഷം രൂപയോളം തട്ടിച്ചു എന്ന് ഇവർക്ക് മനസ്സിലായിട്ട് 23 ലക്ഷങ്ങളാണ്. 69 രൂപ, 69,000 23,000 അല്ല, 6 ലക്ഷത്തിന് 2.5 ലക്ഷം അല്ല, 69 lakhsന് 23 lakhsൽ സെറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞ സമയത്ത് പിന്നീട് സാവധാനത്തിൽ അല്ല സാധനത്തിൽ എന്താണെന്നറിയില്ല. എന്താണ് അതിൽ മാത്രം ചെറിയൊരു, പിന്നെ ഇപ്പോൾ അവരുടെ ഇഷ്ടമാണ് കേട്ടോ. ഒരു പക്ഷേ ചിലപ്പോൾ ഇപ്പോൾ ചില ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ ഒരു കുട്ടീനെയൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ, ഒരു പിന്നെ മാത്രമല്ല ഇവരൊക്കെ അത്യാവശ്യം ദൈവവിശ്വാസമുള്ള ആൾക്കാരെ തോന്നുന്നുണ്ട്. നമ്മൾ ചില സിറ്റുവേഷനിൽ നമ്മൾ പറയില്ല, എന്ത് നശിച്ചു കഴിഞ്ഞാലും നമുക്ക് നേടിയെടുക്കാമെന്നും വിശ്വാസമുള്ള ചില ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ തോന്നില്ലേ, ഇപ്പോൾ ഒരു ജീവൻ വരാൻ പോവുകയാണ്, അപ്പോൾ വെറുതെ വേണ്ട, ഒരാളുടെ ഇത് കിട്ടിയിട്ട് വേണ്ട എന്നൊക്കെ തോന്നി. അങ്ങനെയാണോ എന്നറിയില്ല. എന്താ ഒരിക്കലും എന്താ പറയാ, അങ്ങനെ വെറുതെ കുറെ കാശെടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എത്ര പാവങ്ങളുണ്ട്, എത്ര വയ്യാത്തവരും, പിന്നെ ട്രീറ്റ്മെന്റിന് കാശില്ലാത്തവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ വെറുതെ വിടാൻ പറ്റില്ല. പിന്നെ ഇത് മാത്രമല്ല വിധോ, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ഇതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, പുതിയ ആൾക്ക് ജോലി തരാൻ ഒരുപാട് ബുദ്ധിമുട്ടും. പ്രത്യേകിച്ച് അവർ പറഞ്ഞിട്ടുള്ള ജാതി കാർഡൊക്കെ വലിയ ഡേഞ്ചറാണ്. ആ ജാതി കാർഡ് കൊണ്ട് എന്ത് സംഭവിക്കും അറിയോ? സ്വാഭാവികമായിട്ടും നാളെ ഇതുപോലുള്ള ആൾക്കാർ, നമ്മൾ ജാതി ഒന്നും പറയല്ല, പക്ഷേ റിയാലിറ്റിയാണ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം. ഇവിടെ കിടന്നുറങ്ങണമെങ്കിൽ റിയാലിറ്റിയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഈ ഇങ്ങനത്തെ ഈ ഒരു ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആൾക്കാരെ, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇങ്ങനത്തെ ആൾക്കാരെ പിന്നെ ഹയർ ചെയ്യാൻ പേടിക്കും. പല കാര്യങ്ങളും പെൺകുട്ടികളെ ഹയർ ചെയ്യാൻ പേടിക്കും. കാരണം എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ പിടിച്ചു കഴിഞ്ഞാൽ ഒക്കെ പ്രശ്നമോ ഒക്കെ പ്രോബ്ലം തന്നെയാണ്. ഒരാൾ വിശ്വാസത്തിൻ്റെ അല്ല വിധോ കുടുങ്ങിപ്പോവും. നിരപരാധിത്വം തെളിയിക്കാൻ കഴിയില്ല. എന്ത് ചെയ്യും? ഇതിപ്പോൾ ദിയാകൃഷ്ണയാണ്, നേരെ മറിച്ച് അശ്വിൻ നടത്തുന്ന ഒരു ബിസിനസ്സാന്ന് വിചാരിക്കും. ഇവർ നേരെ കയറി പിടിച്ചത് എവിടേക്കാണ്? ഇവർ ഏത് ലൈനിലാണ് പിടിച്ചത്? അവർ പറഞ്ഞ സംഗതികളൊക്കെ കണ്ടില്ലേ? അശ്വിൻ രാത്രി 2 മണിക്ക്, അല്ല ഫ്രണ്ട് എൻഡിൽ അവിടെ ദിയാകൃഷ്ണൻ ഉണ്ട്. സപ്പോസ് അശ്വിൻ നടത്തുന്ന ഒരു ബിസിനസ്, ഈ സിറ്റുവേഷനിൽ ഒരാണ് നടത്തുന്ന ബിസിനസ്സാന്ന് വിചാരിക്കാം. നമുക്ക് തോന്നുന്നുണ്ടോ മീഡിയയും ബാക്കിയുള്ളവരും ഈ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ട് ഏറ്റെടുക്കുന്നു? ഇല്ല, അവിടെ ദിയാകൃഷ്ണൻ ആയതുകൊണ്ടാണ്. കാരണം എല്ലാം സ്ത്രീകളാണ് അപ്പുറത്തുള്ളത്. നേരെ മറിച്ച് ഇതവിടെ അശ്വിൻ നടത്തുന്ന ബിസിനസ്സാണ്, കൃഷ്ണകുമാർ നടത്തുന്ന ബിസിനസ് ആണെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബിൻ ഡിഫറെൻറ്റ്. കാരണം വെച്ചാൽ ഡെഫിനറ്റ്ലി ഇവരെ നേരെ ഇറക്കാൻ പോണത് മറ്റേ ഇതായിരിക്കും, ഒറ്റ ലൈംഗിക പീഡന കാർഡായിട്ട് ഇറക്കും നേരെ. പിന്നെന്താ വെച്ചാൽ ഇതിന് തെളിയിക്കാനുള്ള പിന്നെന്താ പറയുക, ഒരു തെളിവുകൾ അവരുടെ ഭാഗത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതോടുകൂടി ആ മനുഷ്യൻ്റെ ജീവിതം കഴിഞ്ഞു. എനിക്ക് കഫേ കോഫിയുടെ ആളൊക്കെ ഇതേമാതിരി എന്തൊക്കെയോ ട്രാപ്പിൽ കുടുങ്ങിയിട്ടാണ്. അങ്ങനെ എത്രയോ കേസ്, പിന്നെ പുറത്ത് പറയാൻ പറ്റാത്ത എത്രയോ കേസ് ഉണ്ടായിട്ടുണ്ടാവും, ലക്ഷങ്ങൾ പോയിട്ടുണ്ടാവും. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറ്റിച്ച് പോകാറുണ്ട്. അതുകൊണ്ടാണ് ഇനി ഒരാൾ ഇതേപോലെ ഇതൊക്കെ കേട്ട സ്ഥിതിക്ക് ഒരാളിനിപ്പോൾ എന്ത് ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും 10 വട്ടം ഒരാളെയും വിശ്വസിച്ചിട്ട് ചെയ്യും. ആരെന്ത് ജോലിക്കാരുണ്ടെങ്കിലും അവനാൻ്റെ ശ്രദ്ധയും കാര്യങ്ങളും വേണം. ചില കേസിൽ ശ്രദ്ധയും പെടില്ല, ശ്രദ്ധയിലപ്പുറം പോകും. ഇതോ എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഇവരെ ഇറക്കിയിട്ടുള്ള കാർഡ് അങ്ങനത്തെയാണ്. ഇപ്പോൾ കൃഷ്ണകുമാർ ശരി ഡ്രസ്സിൽ പിടിച്ച് വലിച്ചു, മറ്റേ രാത്രി 2 മണിയാകുമ്പോൾ വിളിച്ച് ഫോൺ ചെയ്തു എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പല കുടുംബങ്ങളിലും പ്രശ്നം ഉണ്ടാവും. കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാവും ചെയ്യും. പിന്നെ മാത്രമല്ല വേറെ ഇഷ്യൂസ് ഉണ്ട്. കാരണം പുറത്തൊരു ജനം വിശ്വസിക്കില്ല. കാരണം ആദ്യം ഒരു ന്യൂസ് പുറത്തേക്ക് എത്തിയെന്ന് വിചാരിക്കുക, അതേ സ്പ്രെഡ് ആവുള്ളൂ. മനസ്സിലായില്ലേ? രണ്ടാമത് തിരുത്ത് കൊടുത്താൽ ആരും കേൾക്കില്ല. അത് അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. ഈ ആദർശ് എന്ന് പറയുന്ന പയ്യൻ തന്നെ, ആദർശ് എന്ന് പറയുന്ന പയ്യനും അവൻ്റെ വൈഫുമാണ് ഇതിനകത്ത് മാസ്റ്റർ മൈൻഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ചെറിയ പിള്ളേരെ കുരുട്ടെന്ന് പറയുമല്ലോ നമ്മൾ, അങ്ങനത്തെ 2 പേരാണ് ഇവർ 2 പേരും. ഈ പയ്യൻ രാത്രി ആയപ്പോഴത്തേക്കും എൻ്റെ ഫോണിൽ വിളിച്ചു. എത്ര വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല. ഹസ്ബൻഡിൻ്റെ ഫോണിൽ വിളിച്ചു, എടുത്തില്ല. കൂടെ വന്ന ഡ്രൈവറിൻ്റെ ഫോണിൽ വിളിച്ചു, പുള്ളി എടുത്തില്ല. അവസാനം അശ്വിൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് എന്താണെന്ന് അറിയണമല്ലോ, എടുക്ക് എന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഏതോ ഒരു ന്യൂസിൽ ഇതിനെപ്പറ്റി കണ്ടായിരുന്നു, അത് ചേച്ചിയാണോ കൊടുത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഏത് ന്യൂസ്? ഞാൻ ഒരു മീഡിയക്കാരെ അറിയിച്ചിട്ടില്ല. പറഞ്ഞു, നിങ്ങളാണ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ഇന്നൊരു കോമ്പൻസേഷന് റെഡി ആയതാണല്ലോ, നമ്മളൊരു 8 ലക്ഷം രൂപ നിങ്ങൾക്ക് തന്നതാണല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതായത് പേപ്പറിൽ നിങ്ങളൊന്ന് എഴുത്. ഞാൻ ചോദിച്ചു, എന്ത് പേപ്പറിൽ ഞാൻ എഴുതണം എന്ന്?
നിങ്ങളൊന്ന് എഴുത്, നമ്മൾ ഇത്രയും പണം തന്നു. ഞാൻ പറഞ്ഞു ഇത്രയും പൈസ നീ കട്ടു, അതിൽ നിന്നൊരു 1% പോലും എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. എന്നിട്ട് ഞാൻ പേപ്പറിൽ എഴുതി തരണോന്ന് ചോദിച്ചു. ആ എഴുതി തന്നിട്ടേ വിടുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ആണല്ലേ, ശരി എന്നൊരു കാര്യം എൻ്റെ അച്ഛനെ ഞാൻ കണക്ട് ചെയ്യാം, അച്ഛൻ്റെ അടുത്ത് എഴുതി തരാൻ പറയാൻ മതി എന്ന് പറഞ്ഞു. കട്ട് ചെയ്തതും എൻ്റെ അച്ഛൻ വിളിച്ചു. അതിനുശേഷമുള്ള കോള് നിങ്ങൾ കേട്ടു. ആ കോളാണത്. എങ്ങനെയുണ്ട് എഴുതി കൊടുക്കുക? അത്രയല്ലേ പറഞ്ഞുള്ളൂ. അല്ല, അപ്പൊ അങ്ങനെ എഴുതി തരാൻ പറഞ്ഞ ടീം ഡെഫിനറ്റ്ലി ഇത് നെക്സ്റ്റ് ഡേ വരും എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഊഹിച്ചത്. എന്താ പിന്നെ സിന്ധു, ദിയയുടെ അമ്മ സിന്ധു, അവര് പറഞ്ഞൊരു കാര്യം കേട്ടോ. ദിയ പറയാ അത്ര അമ്മ എന്നെ വല്ല സ്റ്റെപ്പിന്റെ മുകളിലൊക്കെ ഉന്തിടാതിരുന്നതൊക്കെ നന്നായിരുന്നു. അത് വളരെ വലിയൊരു സംഭവം. അവരുടെ ഇതില് പറയാ ശരിയല്ലേ. ഈ ജാതി ക്രിമിനൽസ് അത് ചെയ്യാൻ മടിക്കില്ല. വിഷം കൊടുക്കാം, എന്തൊക്കെ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഒരു ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു ലേഡിയില്ലേ, ഈ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീകളോടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി ഈ 3 പെണ്ണുങ്ങളുണ്ടല്ലോ. നമ്മൾ ന്യൂസിലൊക്കെ കാണുന്ന രീതിയിൽ അത്രയും കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആൾക്കാരും അവരുടെ കൂടെയുള്ള ആൾക്കാരും. അവർക്ക് വേറെ ജോലിയൊന്നും കിട്ടില്ല, ജോലി കൊടുക്കില്ലല്ലോ. അവര് വല്ല നോർത്ത് ഇന്ത്യയിൽ അവിടെയും ഇവിടെയും പോയി എന്തെങ്കിലുമൊക്കെ കാണിക്കായിരിക്കും. അല്ലാണ്ട് അപ്പം എന്നാ വേണ്ട എനിക്ക് കേരളത്തിൽ അല്ല, ഇത് കേസായി വരില്ലേ, ഇത് അകത്തെടുക്കേണ്ട സിറ്റുവേഷൻ വരുമല്ലോ. പക്ഷെ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള അറിയില്ല കേട്ടോ. ഇത് എന്ത് ചാർജസ് ഇവർക്ക് വരും എന്നുള്ളത്. പക്ഷെ അവർ അമ്മ പറഞ്ഞ വലിയൊരു പോയിന്റാണ്. എന്തെങ്കിലും സംഭവിച്ചിട്ട് അതിനെന്തെങ്കിലും ചെയ്തിരുന്നില്ലെങ്കിൽ അവസ്ഥ നമുക്കൊരു ഈ ഒരു വീഡിയോ ഉണ്ടോ ഇത് ഇതിന്ന് ദിയ ഇട്ടിട്ടുള്ള സ്റ്റോറിയാണ്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ദിയ ഇട്ടിട്ടുള്ള സ്റ്റോറി. ആ സ്റ്റോറിയിൽ അപ്പോൾ എത്രത്തോളം അവരെ കെയർ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം അവർ എത്രത്തോളം അവർ പിന്നെ എത്രത്തോളം അവർ അടുത്തുണ്ട് എന്നുള്ളത്, അടുത്ത് ഇതാക്കിയിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ആ സിറ്റുവേഷനിലാണ് കുറ്റം ഇതാക്കി പറഞ്ഞത്. എന്തായാലും ഈ പ്രശ്നം ഇവിടെ തീർന്നു വിചാരിക്കുന്നു അല്ലേ ഇത്? ഡെഫിനറ്റ്ലി. പിന്നെ അത് കേസും കുറ്റപത്രം കൊടുക്കലൊക്കെ ഉണ്ടാവില്ല. ഇനി കുറ്റങ്ങൾ അവിടേക്ക് മുങ്ങി എന്നുള്ളതല്ല. കേസ് തീർന്നു പറഞ്ഞാൽ സ്പഷ്ടമായിട്ട് മനസ്സിലായി എല്ലാവർക്കും. ഇതിലൊരു അതെ, ഇവിടെ ഒരു എലിമെന്റ് ഓഫ് ഡൗട്ട് ഇനി ഇല്ല. അതാണ് ഞാൻ പറയണ്ടേ, ഏകപക്ഷീയമായി എന്ന് പറഞ്ഞ പോലെ എല്ലാവരും എന്താ ഈ ന്യൂസ് അറിഞ്ഞിട്ടുള്ളതായിട്ട് ചർച്ച ചെയ്യുന്ന എല്ലാവരും, ഇയാളെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ഇനിയിപ്പോൾ സമ്മതിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. ആ സമ്മതിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പോലും അത് തിരിച്ച് വേറെ ഒരു ന്യായം പറയാൻ, ഇയാളെ എതിർത്ത് പറയാനുള്ളൊരു പോയിൻ്റ് അവിടെ ഇല്ലാതായി. ഇപ്പോൾ ദിയാകൃഷ്ണനെയും കൃഷ്ണകുമാറിനെയും എതിർത്ത് സംസാരിക്കാനുള്ളൊരു പോയിൻ്റ് അവിടെ ഇല്ല. ഇനിയിപ്പോൾ ടാക്സിൻ്റെ കേസ് എന്ന് പറഞ്ഞു എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് പറയാം, ടാക്സ് വെട്ടിക്കാൻ നോക്കിയിട്ടുണ്ടാവോ എന്നൊക്കെ പറഞ്ഞിട്ട്, ഓഡിറ്റ് വേണം, ഒന്നും കൂടി 69 ലക്ഷം എത്ര വന്നു, എങ്ങനെ വന്നു എന്നൊക്കെ അവർക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അതുപോലും ഇവർക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനാക്കി മാറ്റി. മനസ്സിലായി? അതായത് സാധിച്ചാൽ അവർ മാത്രം സത്യമുള്ളതുകൊണ്ടാണ് നമ്മൾ പറയില്ലേ സത്യം എപ്പോഴും ജയിക്കും എന്നുള്ള കണ്ടീഷൻ അല്ലേ. അപ്പോൾ ഇതിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഏതൊരു ചീത്ത കാര്യം വന്നാലും എന്തൊരു നല്ലത് വരാനുണ്ട് എന്ന് പറയും. അതുപോലെ ആവട്ടെ, ഇപ്പൊ ദിയയുടെ കുട്ടിയൊക്കെ ആയി നല്ല ഹെൽത്തി ബേബി ഒക്കെ പറഞ്ഞിട്ടില്ലേ, ഈ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് എണീക്കുന്ന ദിയ വിൽ ബി മച്ച് സ്ട്രോങ്ങർ. സ്ട്രഗിൾ മേക്സ് സ്ട്രോങ്ങർ അങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. പിന്നെ അതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ എന്തെങ്കിലും വെറൈറ്റി ടോപ്പിക്കുകളുമായി വരാമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ഫ്രഷ് ടോപ്പിക് അല്ലേ, വേറെ ഫ്രഷ് ടോപ്പിക്കായിട്ട് കൂടുതലായിട്ട് ഒന്നുകൂടി ന്യൂസ് ചാനൽസ് റിലേറ്റഡ് ആയിട്ടോ അങ്ങനത്തെ നമ്മൾ ഫാമിലിപരമായിട്ട് സംഗതികളെ എഫക്റ്റ് ചെയ്യുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് റെഡിയായിട്ട് വരാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അല്ലേ. വേറെ പ്രതീക്ഷ ഒന്നുമില്ലല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.